ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാൻ. ഞാൻ ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വിനുമോഹനൊന്ന് പറയണ്ടേ, ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ. ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നോ? അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർ വന്നിട്ട് അവർ പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങളോടല്ലേ അവർ പറഞ്ഞിട്ട് വരിക. അവർ ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. ഒരു പോലീസ് സന്നാഹവും വേണ്ട. പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടാകും. അതിൽ ഒരു പ്രശ്നവും ഇല്ല. വിനുവിനെ ഫോൺ ചെയ്ത് അവർ വരുന്നത് പോലെ എന്നെ ഫോൺ ചെയ്തിട്ടല്ലല്ലോ വരുന്നേ. അല്ല, അന്നേരം ഞാൻ അവർ പോയി കഴിഞ്ഞ് വന്നു എന്ന് പറയുമ്പോഴേ പിന്നെ എങ്ങനെയാ വന്നേ? അല്ല, അവർ വിനു എങ്ങനെ വന്നു? അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നേ. അല്ല, ഈ ഒറ്റപ്പെട്ടാന്ന് നിങ്ങളുടെ ഭാഷയിലെ ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ചെയ്തോ? വിനു മോഹൻ പത്തനംതിട്ട ജില്ലയിലുള്ള ആളല്ലേ? 10 വർഷം മുൻപ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നോ? അടൂര് ഒരു കെട്ടിടങ്ങൾ, എത്ര പുതിയ കെട്ടിടങ്ങൾ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒന്നാന്തരമായി 52 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ. കോഴഞ്ചേരിയിൽ 30 കോടി രൂപ കെട്ടിടം പൂർത്തിയായി. കോന്നി താലൂക്ക് ആശുപത്രിയിൽ, ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റാന്നി ആശുപത്രിയിൽ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാവുന്നു. ഒരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കി. അവിടെ NMCയുടെ അഡ്മിഷൻ യാഥാർത്ഥ്യമാക്കി. അവിടെ 4ാം വർഷത്തിലെ കുട്ടികൾ പഠിക്കുകയാണ്. അവിടെ ഒരു നഴ്സിംഗ് കോളേജ്. പത്തനംതിട്ടയിൽ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്. തിരുവല്ലയിൽ പുതിയ കെട്ടിടം. അതുപോലെ എഴുമറ്റൂരിൽ പുതിയ കെട്ടിടം. ചിറ്റാറിൽ അമ്മയും കുഞ്ഞും കെട്ടിടം. ഏത് കാലത്താണ് ഇത് നടന്നത്? അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇനി ഒറ്റ കാര്യം പറയട്ടെ. ആരോഗ്യ മേഖലയിൽ, സർക്കാർ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. നിസ്സഹായരായിട്ടുള്ള, ശബ്ദമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകണമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ലഭ്യമാക്കാത്ത ആർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, അവർ പോയി കഴിഞ്ഞാണോ ഇവിടെ എത്തുന്നതെന്ന് വിനുമോഹൻ ചോദിച്ചുകൊണ്ടാണ്. അവരെന്നെ ഫോൺ ചെയ്തിട്ടല്ല വരുന്നത്. അത് നിങ്ങളൊക്കെയാണ് ഫോൺ ചെയ്തിട്ട് വരിക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് അവരുടെ അജണ്ടയാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ, സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകൾ വന്ന് ഇവിടെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ആ കുത്തകകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാത്രമല്ല, പെർഫോം ചെയ്യാത്ത ഒരു വകുപ്പാണെങ്കിൽ ഇത്ര സമരം ഉണ്ടാവുമോ? ഏറ്റവും മികച്ച നിലയിൽ ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, അതിൽ കൺമുന്നിലുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ ആശുപത്രികളിലുള്ള മാറ്റം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ മറ്റ് 13 ജില്ലകളിലും ഇതേപോലെയാണ് സാധ്യമായിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് അടുത്ത ജംഗ്ഷനിലേക്ക് പോയാൽ അവിടെ ജനകീയാരോഗ്യ കേന്ദ്രമുണ്ട്. ചന്ദനപ്പള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ചാൽ അവിടെ 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമാകുകയാണ്. ഇവിടെ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട് തൊട്ടടുത്ത്. ആ ആയുർവേദ ആശുപത്രി നമ്മുടെ നാട്ടിലൊക്കെ കഷായ ആശുപത്രി എന്നാണ് പറയുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ചികിത്സ എടുക്കുന്ന ഒരാശുപത്രിയാണ്. അവിടെ പുതിയ കാലത്തിൻ്റെ നിർമ്മാണം 15 കോടിയോ 10 കോടി രൂപ അനുവദിച്ച് പുതിയ കെട്ടിടം പണിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യസാധ്യമായിട്ട് ഉള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ പ്രതിഷേധം? എനിക്കതാണ് ചോദിക്കാൻ. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഓഫീസേഴ്സും അങ്ങനെയല്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ആർദ്രം എന്ന മിഷന്റെ വാക്കിന്റെ അർത്ഥം ആർദ്രതയാണ്, മനസ്സിന്റെ ആർദ്രതയാണ്. എത്രയോ പേരുകൾ ഇടാമായിരുന്നു. ആർദ്രം എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്. ശരീരത്തിന്റെ രോഗത്തിനും മനസ്സിനും, അതായത് എനിക്കിപ്പോൾ ഒരു പനി ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സും അതുപോലെ എനിക്കൊരു വിഷമം ഉണ്ടാവും.
മറ്റ് രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാനസിക വിഷമമുണ്ട്, ഇമോഷണലായിട്ട് പ്രശ്നമുണ്ട്, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആർദ്രതയോടെയുള്ളൊരു സമീപനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ അല്ല. ദയവായിട്ട് അത് അങ്ങനെ കാണരുത്. അതായത് ഇപ്പോൾ എത്ര ഡോക്ടേഴ്സ്, ജയകുമാർ ഡോക്ടറെ പോലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് ആംബുലൻസിന് പൊയ്ക്കോളൂ എന്ന് പറയും. എത്ര ഡോക്ടർമാരെന്നറിയോ, ഭക്ഷണം ചിലപ്പോൾ രാവിലെ വന്ന് നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ച് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കുന്ന ഡോക്ടേഴ്സ് എത്ര പേരുണ്ടെന്ന് അറിയാമോ? നമ്മളുടെ ഈ റോഡ് പോയി നിൽക്കുന്ന കൂടലിൽ നിന്ന് തൊട്ടപ്പുറത്താണ് കലഞ്ഞൂരിൽ വിദ്യ എന്ന ഒരു പെൺകുട്ടി. ഒരു രാത്രി സമയത്താണ് അവളെ, ഇവിടുന്ന് അധികം കിലോമീറ്റർ ഇല്ല, കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അവളെ രാത്രിയിൽ ഭർത്താവ് ആക്രമിച്ചു, വെട്ടുകത്തി കൊണ്ട് കൈ രണ്ടായിട്ട് വേർപിരിഞ്ഞു. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അവളുടെ വിദ്യയും അവളുടെ 10 വയസ്സുള്ള മകനും അച്ഛനും അമ്മയും അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപ വേണം. ആലോചിച്ച് നോക്കുക, 10 ലക്ഷം രൂപ എവിടെ നിന്നാണ് എടുക്കുക? ഉടനെ അവർ വിളിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സജ്ജമാക്കി 8 മണിക്കൂർ നീണ്ടുന്ന സർജറി ചെയ്തു, മൾട്ടിപ്പിൾ സർജറി ചെയ്തു. ഞാൻ ഈ ആദ്യ സർജറി കഴിഞ്ഞ് വിദ്യയെ പോയി കണ്ടു. വിദ്യയ്ക്ക് അത് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ICUവിലാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ആ ഞരമ്പുകളിലൂടെ രക്തമൊഴുകി 10 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1 രൂപ പോലും ചെലവില്ലാതെ ആ വിദ്യയെ ആരോഗ്യവകുപ്പ് ചേർത്ത് പിടിച്ചു. അതേ ആശുപത്രിയുടെ ഈ സർജറി നടന്നതിൻ്റെ അടുത്ത ഫ്ലോറിൽ ഇൻ്റർവെൻഷണൽ ന്യൂറോളജി എന്നൊരു വിഭാഗമുണ്ട്. പക്ഷാഘാതം വന്നാൽ 15-20 ലക്ഷം രൂപ, അതായത് വലിയ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്. അവിടെ ആ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വകാര്യ മേഖലയിൽ 15-20 ലക്ഷം രൂപ ചെലവാണെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് APL വിഭാഗത്തിന് ഏറ്റവും മിതമായ നിലയിൽ ഇത് ലഭ്യമാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, 24 മണിക്കൂറും ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെയുള്ള DHSലും ഉണ്ട്, DMEലും ഉണ്ട്. അങ്ങനെ അല്ലാത്ത ചിലരും ഉണ്ട്. അല്ലാതുള്ളവർക്കെതിരെ പല വീഴ്ചകളും ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ട് ഇതാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു കടുത്ത നടപടി എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പൊതുസമൂഹത്തിന് ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? സസ്പെൻഷനാണ് ആദ്യത്തേത്, അല്ലേ? ചട്ടപ്രകാരം ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സസ്പെൻഷന് ശേഷം അതിൻ്റെ കൃത്യമായ നിയമപ്രകാരമുള്ള നടപടികളിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ആവശ്യമെങ്കിൽ ഡിസ്മിസ് ചെയ്യും, സർവീസിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം തെറ്റ് ചെയ്ത ഡോക്ടർമാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില കേസുകളിലെങ്കിലും കോടതികളിൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അവർ പോയിട്ട് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘടനകൾ സമരം നടത്തുന്നുണ്ട്. ഇപ്പോഴും നിസ്സഹകരണ സമരമുണ്ട്, ഇല്ലേ? ആ നിസ്സഹകരണ സമരത്തിന് മുൻപിൽ എന്നാൽ ശരി, നിസ്സഹകരണ സമരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയോ സർക്കാർ? കാരണം ഞാൻ ആദ്യം പറഞ്ഞത് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ആശുപത്രി, അവർക്ക് വേണ്ടിയിട്ടാണ്